ശബരിമല യുവതീ പ്രവേശന ഹർജി പരിഗണിക്കുകയാണ് സുപ്രീം കോടതി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം പോകുന്നു. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന പുനഃപരിശോധനാ ഹർജികൾ 3 അംഗ ബെഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണോ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്? സ്മൃതി, ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ഹർജികൾ എങ്ങനെ പരിഗണിക്കണം? ഇപ്പോൾ 67 ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപാകെയുണ്ട്. ശബരിമല വിഷയം മാത്രമല്ല, ദാവൂദി ബോറ കേസും സുപ്രീം കോടതിക്ക് മുൻപാകെയുണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾ എങ്ങനെ പരിഗണിക്കണം എന്ന കാര്യമാണ് സുപ്രീം കോടതി ബെഞ്ച് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് പല ഘട്ടങ്ങളിലായി കേസുകൾ പരിശോധിക്കാമെന്ന് സുപ്രീം കോടതി പറയുകയാണ്. എന്നത്തേക്ക് കേസ് മാറ്റിവെക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതി വ്യക്തമാക്കേണ്ടതുണ്ട്. 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിൽ ഇപ്പോൾ വാദങ്ങൾ പുരോഗമിക്കുകയാണ്. ഏതായാലും 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുക എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്നത്. നേരത്തെ നമുക്കറിയാം, ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. 9 അംഗ ഭരണഘടനാ ബെഞ്ച് അന്ന് രൂപീകരിച്ചുവെങ്കിൽ പോലും പിന്നീട് ആ ബെഞ്ചിന്റെ സിറ്റിംഗ് കോടതിയിൽ നടന്നിട്ടില്ല. ആ ബെഞ്ചിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസായി തുടരുന്നത്. അപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള 9 അംഗ ഭരണഘടനാ ബെഞ്ച് നിലവിൽ വരും. ആ 9 അംഗ ഭരണഘടനാ ബെഞ്ച് നിലവിൽ വന്ന ശേഷം നമുക്കറിയാം, നേരത്തെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 7 ചോദ്യങ്ങൾ ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടിരുന്നു. അപ്പോൾ അതെങ്ങനെ പരിഗണിക്കണം, ആരുടെയൊക്കെ വാദങ്ങൾ കേൾക്കണം എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന്റെ ശബരിമല മാത്രമല്ല വിഷയം എന്ന് പറയുമ്പോഴും ശബരിമല വിഷയത്തിലാണ് ആദ്യം വാദം കേൾക്കുക. റഫറൻസിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു. വാദങ്ങൾ ക്രോഡീകരിക്കാൻ നോഡൽ അഭിഭാഷകരെ നിയോഗിച്ചിരിക്കുന്നു. ഈ 9 അംഗ ബെഞ്ചിൽ നിലവിലെ ഏക അംഗം താനെന്ന് ചീഫ് ജസ്റ്റിസ് പറയുകയാണ്. അന്നുണ്ടായിരുന്ന ബെഞ്ചിൽ ബാക്കി എല്ലാവരും വിരമിച്ചിരിക്കുന്നു. അന്ന് താരതമ്യേന ജൂനിയറായിരുന്ന ചീഫ് ജസ്റ്റിസ് ആണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന അദ്ദേഹം, ജസ്റ്റിസ് സൂര്യകാന്ത്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ബാക്കി പുതിയ ആളുകളെ കൂടി, ഈ 9 അംഗത്തിലെ മറ്റംഗങ്ങളെ കൂടി നിശ്ചയിക്കുന്ന നടപടികളിലേക്കാണോ ഇന്ന് കടക്കുക സുനിൽ? തീർച്ചയായും സ്മൃതി, 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ആദ്യം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് പോകേണ്ടത്. അപ്പോൾ ആ ബെഞ്ചിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന കാര്യമാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തീരുമാനം ഏതായാലും ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ ആദ്യം വാദം കേൾക്കാം എന്നതാണ്. അപ്പോൾ നമുക്കറിയാം, 67 ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ ഇപ്പോൾ നിരവധി വിഷയങ്ങളിലായിട്ടുള്ളത്. അതിൽ 60 ഹർജികളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 60 ഹർജികൾ ഓരോ ബാച്ചായി കേൾക്കാം എന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ആരുടെയൊക്കെ വാദം ആദ്യം കേൾക്കണം എന്ന കാര്യത്തിലൊക്കെ തന്നെ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഏതായാലും ആദ്യം ശബരിമല തന്നെ പരിഗണിക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ കേസിൽ ഹർജിക്കാർ നൽകുന്ന വാദങ്ങൾ അത് രേഖാമൂലം നൽകാൻ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ പരിഗണിക്കണം എന്ന കാര്യം ആലോചിക്കാം എന്നുകൂടി ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കുകയാണ്. ഏതായാലും കേസിലെ വാദം സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് പ്രധാനമായും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തീരുമാനിക്കാൻ പോകുന്നത് 9 അംഗ ഭരണഘടനാ ബെഞ്ച് എങ്ങനെ വേണം, ഇതോടൊപ്പം തന്നെ എന്ന് ഇനി കേസ് പരിഗണിക്കണം എന്നതാണ്. മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെക്കാൻ തന്നെയാണ് സാധ്യത. അന്ന് 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ച ആ ബെഞ്ചിന്റെ സിറ്റിംഗ് ആയിരിക്കും. പിന്നീട് അതിനു മുൻപ് ഇപ്പോൾ കേസിലെ ഹർജിക്കാരെല്ലാം തന്നെ അവരുടെ വാദങ്ങൾ രേഖാമൂലം നൽകണം. ആ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ സിറ്റിംഗിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കാൻ പോകുന്നത് ഏതൊക്കെ വിഷയങ്ങൾ പരിഗണിക്കണം. നേരത്തെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഫ്രെയിം ചെയ്തിട്ടുള്ള 7 ചോദ്യങ്ങൾക്കൊപ്പം മറ്റേതൊക്കെ വിഷയങ്ങൾ പരിഗണിക്കണം എന്ന കാര്യം കൂടി ഒരുപക്ഷെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കും.